ചീര കണ്ടോ? നല്ല ഒന്നാം തരം ചീര. അതെ, നമ്മുടെ വ്ളാത്താങ്കര ചീര. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആലൂരിലുള്ള വിനീഷങ്കളുടെ പാടത്തിലാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോവാം വീഡിയോയിലേക്ക്. ഞാൻ നിങ്ങൾക്ക് വ്ളാത്താങ്കര ചീരയുടെ വളർച്ചാ സ്റ്റേജ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ വിത്ത് വെതറിയിട്ട് ഒരു 4 ദിവസമൊക്കെ ആകുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ തൈകൾ വളർന്നു വരും. അതിനുശേഷം ഒരു 10-15 ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങ് അറ്റത്ത് കാണാനില്ലേ ചെറിയ ചെടികൾ, ആ ഒരു സ്റ്റേജിലേക്ക് അവരെത്തും. അതിനുശേഷം ഒരു 20-22 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കാണുന്ന സ്റ്റേജിലേക്ക് അവരെത്തുന്നതായിരിക്കും. പിന്നെ ഇവിടെ കാണാമല്ലോ, ഇത് നമ്മൾ 30-35 ദിവസം ഉള്ളൊരു ചെടികളാണ് ഇവിടെ മൊത്തം നട്ടിരിക്കുന്നത്. ആവശ്യത്തിനധികം ബുഷായിട്ടാണിത്, അടിപൊളിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. 35 ദിവസം ആകുമ്പോൾ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ചീര പറിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ചീരയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? തിരുവനന്തപുരം ജില്ലയിൽ വ്ളാത്താങ്കര എന്നു പേരുള്ളൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേരാണ് ചീരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ തങ്കയൻ എന്നു പേരുള്ളൊരു ഫാർമർ അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിൾ ഇങ്ങനെ ചീരയായിരുന്നു ചെയ്തു വന്നിരുന്നത്. ഒരുപാട് സ്ഥലത്ത് ചീര മാത്രം ചെയ്ത് ആ അങ്കിൾ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ആ അങ്കിളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ചോപ്പ്, നല്ല ഡാർക്ക് റെഡ് ചീര കണ്ടു. അപ്പോൾ ആ അങ്കിളിന് അത് വെറൈറ്റി ആണെന്ന് തോന്നി. ആ അങ്കിൾ അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വലുതാക്കി ഇപ്പോൾ അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അങ്കിളാണ് വ്ളാത്താങ്കര ചീരയ്ക്ക് വ്ളാത്താങ്കര ചീര എന്ന് പേരിട്ടത്. ഈ ചീര കേട്ടോ ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങും. പക്ഷെ വ്ളാത്താങ്കര ചീര അങ്ങനെയല്ല, അതൊരു 5-6 മാസം കഴിയാതെ പൂവിട്ട് വിത്തുണ്ടാക്കാൻ പറ്റില്ല അതിനെ കൊണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കട്ട് ചെയ്തെടുത്ത് പിന്നെയും മുളച്ച് വരുന്നതായിരിക്കും ഇത്. അപ്പോൾ ഇത് നല്ല ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ് ചീരയുടേത്. ഇത് കണ്ടോ, വ്ളാത്താങ്കര ചീരയുടെ ഇല തിരിച്ചറിയാൻ ഉള്ളൊരു അടിപൊളി വഴിയാണിത്. വ്ളാത്താങ്കര ചീരയുടെ ഇല എപ്പോഴും ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുള്ളൂ, ഇങ്ങനെ ചരിച്ച് വെച്ച ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പിലും. ഈ കാണുന്ന ഇല നമ്മുടെ ബീട്രൂട്ട് ചീര എന്ന് പേരുള്ള വേറൊരു ഇനം ചീരയാണ്. അപ്പോൾ എല്ലാവർക്കും വ്ളാത്താങ്കര ചീര എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടു, ഇതാണ് നല്ല ഒന്നാം തരം വ്ളാത്താങ്കര ചീര. ഇവിടെ നട്ടിരിക്കുന്നത് മുഴുവനും അടിപൊളി ഫ്രഷ് വ്ളാത്താങ്കര ചീരയാണ്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിങ്ങനെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 5 മാസം കൊണ്ട് ഇത് വിത്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇത് കഴിക്കണം. അടിപൊളി ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു നല്ലൊരു ചീരയുടെ വെറൈറ്റിയാണ്. ഈ അങ്കിളുടെ അടുത്ത് ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ വിത്തുകളായി തുടങ്ങും. അപ്പോൾ ഞാൻ അങ്കിളുടെ നമ്പർ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവരൊക്കെ വിളിച്ച് അങ്കിളിനെ കോൺടാക്റ്റ് ചെയ്ത് വിത്ത് വാങ്ങിക്കാവുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.